ഹായ് ഡിയേഴ്സ്, കേളി പുഷ്പം നോവൽ തുടരുന്നു. അലവി ആലിയുടെ വീട്ടിലേക്ക് ചെന്നു. കയറിൻ അസ്മ, ചായ എടുക്ക്. അലവിയെ കണ്ടപ്പോൾ ആലി പറഞ്ഞു. ചായ ഒന്നും വേണ്ട, ഞാൻ മറ്റേ കാര്യത്തിന്റെ തീരുമാനം അറിയാൻ പോന്നതാണ്. എന്താ നിങ്ങളുടെ തീരുമാനം? അവർ നല്ല നിലക്ക് പിരിഞ്ഞോട്ടെ അല്ലേ? അലവി ആലിയുടെ മുഖത്തേക്ക് നോക്കി. ഓളെ കാര്യം തീർക്കണോ? ഒരിക്കലൊന്ന് ക്ഷമിച്ചൂടെ? ആലി ചോദിച്ചു. അവൻ ഇനി അവളെ വേണ്ടെന്നാ പറയുന്നത്. അക്ബർ നാട്ടിലെത്തിയ വിവരം രഹന കൂട്ടുകാരി ജസ്നയിൽ നിന്നും അറിഞ്ഞു. ഒരു വെള്ളിയാഴ്ച ദിവസം റോഡ് സൈഡിൽ അവനെ കാത്തുനിന്നു. അക്ബർ ബൈക്കിൽ വന്നു. രഹനയെ കണ്ടതും അവൻ ബൈക്ക് നിർത്തിയവിടെ പണി നടക്കുന്ന ഒരു ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് ഓടിക്കയറി. രഹന പിന്നാലെ ചെന്നു. എന്നെ ഉപേക്ഷിക്കരുത് അക്കൂ എന്ന് പറഞ്ഞ് അവൾ അവന്റെ കാല് പിടിച്ചു. അവിടേക്ക് അക്ബറിന്റെ ജ്യേഷ്ഠൻ റഷീദ് വന്നു. നിങ്ങളെ ബന്ധിപ്പിക്കാൻ കുട്ടികളൊന്നുമില്ലല്ലോ, നിങ്ങൾക്ക് പിരിഞ്ഞൂടെ രഹന? റഷീദ് രഹനയോട് ചോദിച്ചു. ഹക്കുനെ പിരിയേ? അതിനെനിക്കാവില്ല കാക്കൂ. നിന്നെ ഇനി അവന് വേണ്ട രഹന. രഹന തന്റെ റൂമിലെ കട്ടിലിൽ കിടന്നു കരഞ്ഞു. ഹദീസ് അവളുടെ അരികിൽ ഇരുന്ന് പുറം തടവിക്കൊടുത്തു. സാരല്ല മോളെ, പടച്ചോനോട് നല്ലോം പ്രാർത്ഥിക്ക് മോൾ. അവന്റെ മനസ്സ് മാറും, എന്റെ കുട്ടിനെ കൊണ്ടുപോവും. ഒരു വെള്ളിയാഴ്ച ദിവസം പള്ളിയിൽ നമസ്കാരം കഴിഞ്ഞു പോരുമ്പോൾ രഹനയുടെ സഹോദരൻ മൻസൂറിനെ പള്ളി കമ്മിറ്റി സെക്രട്ടറി വിളിച്ചു. അവൻ തിരിഞ്ഞു നോക്കി. ഇവിടെ കാര്യം തീർത്തൊരു കത്ത് വന്നിട്ടുണ്ട്, പള്ളി കമ്മിറ്റി സെക്രട്ടറി പറഞ്ഞു. കാര്യം തീർത്ത കത്തോ? മൻസൂർ ഞെട്ടലോടെ ചോദിച്ചു. രഹനയെ അക്ബർ മൊഴി ചൊല്ലിയിരിക്കുന്നു മോനെ. മൻസൂറിന്റെ മീകൾ നിറഞ്ഞു. പടച്ചോനെ, പാവന്റെ കുട്ടി. വീട്ടിലെത്തിയ മൻസൂർ ഷഹനയെയും ഉമ്മയെയും പൂമുഖത്തേക്ക് വിളിപ്പിച്ചു. എന്താ കുട്ടിയെ അനക്ക് ഞങ്ങളോട് പറയാനുള്ളത്? ഖദീസ ചോദിച്ചു. ഉമ്മ കരയരുത്, എല്ലാം നമ്മുടെ വിധിയാണ്, മൻസൂർ പറഞ്ഞു. നീ കാര്യം പറയും മൻസൂറെ. ഷഹന അല്പം ശുണ്ടിയെടുത്തു. രഹന എവിടെ? മൻസൂർ ചോദിച്ചു. അവൾ ജോലി